ഈ ഹുയയ്യ് ബിൻ അഖ്തബ് എന്ന് പറയുന്ന ഗോത്ര നേതാവും അദ്ദേഹത്തിന്റെ മകളും അദ്ദേഹത്തിന്റെ മരുമകനും ഒക്കെ അടങ്ങുന്ന ആ ഒരു കുടുംബമാണ് ആ ഗോത്രത്തിന്റെ മുഴുവൻ സമ്പത്തും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ആ നിധിശേഖരം എവിടെ എന്ന് ഈ പ്രവാചകൻ പോയി ചോദിക്കുകയാണ്. സ്വഹാബത്തിനെ വിട്ട് ചോദിക്കല്ല, പ്രവാചകൻ അതേപ്പറ്റി അയാളോട് അന്വേഷിച്ചു. ആരോട്? ഈ ഹുയയ്യിന്റെ മരുമകനായ സഫിയ ബീവിയുടെ ഭർത്താവായ കിനാനയോട് ചോദിക്കുകയാണ്. നിധി സ്ഥലം തനിക്ക് അറിയില്ലെന്ന് അയാൾ ആണയിട്ട് പറഞ്ഞു. അപ്പൊ കിനാന പറയണ എനിക്ക് അറിയില്ല എന്ന്. യഥാർത്ഥത്തിൽ ആ ഗോത്രത്തിന്റെ സമ്പത്ത് ഉത്തരവാദിത്തത്തോടുകൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കിനാനക്കുള്ളത് കൊണ്ടാണ് കിനാന തനിക്ക് അത് അറിയില്ലെന്ന് പറഞ്ഞത്. അത് പറഞ്ഞതിന് ശേഷം അയാളോട് പ്രവാചകൻ എന്താ പറഞ്ഞതെന്ന് അറിയോ? അപ്പോൾ അയാളോട് പ്രവാചകൻ പറഞ്ഞു, നിന്റെ അടുക്കൽ അത് കണ്ടെത്തുകയാണെങ്കിൽ ഞാൻ നിന്നെ വധിക്കും. ഒരു പ്രവാചകനാണ് പ്രിയപ്പെട്ടവർ ഈ പറയുന്നത്. പ്രവാചകൻക്ക് സമ്പത്തിനോടും ഈ പറയുന്ന സാധനങ്ങളോടൊന്നും ഒരു മോഹവുമില്ല. ദുനിയാവിനോട് തന്നെ മോഹമില്ല. ദുനിയാവിന് നശ്വരമായ ജീവിതം, പരലോകത്ത് യഥാർത്ഥ ജീവിതം കിടക്കുകയാണ്. അപ്പൊ പരമാവധി വിട്ടുവീഴ്ചയും കരുണവും സ്നേഹവും ഒക്കെയാണ് നമ്മൾ വേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വന്ന പ്രവാചകൻ അവസാനം വഫാത്തായി പോകുന്ന സമയത്ത് യാതൊരുവിധ സമ്പത്തും ഇല്ലാതെ തന്റെ പടയങ്കി ജൂതന്റെ കയ്യിൽ പണയം വെച്ചിട്ട് കിട്ടിയ ക്യാഷ് കൊണ്ട് അങ്ങനെ ലളിതമായി ജീവിച്ച, അത്രയും കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ പ്രവാചകൻ ആണ് ഈ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് മൊത്തം വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് ഇസ്ലാമിക് ഹിസ്റ്ററി.